പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മുത്തല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. പണ്ടത്തെ ഇസ്ലാം ലോകത്തിലെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ റളിയല്ലാഹുവിനെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഉമർ ഖലീഫ റളിയല്ലാഹു അൻഹു രാത്രികാലങ്ങളിൽ ജനങ്ങളുടെ ക്ഷേമം നിരീക്ഷിക്കാൻ വേണ്ടി എപ്പോഴും വേഷം മാറി സഞ്ചരിക്കുന്നത് പതിവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ നീതിയും ദീർഘാക്ഷണവും എത്ര വലുതായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു കൊച്ചു കഥയാണിത്. ഒരു രാത്രിയിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു കൊച്ചു വീടിന് മുൻപിലെത്തി. അകത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. സ്ത്രീ തന്റെ മകളോട് സംസാരിക്കുന്ന ശബ്ദം. മോളെ, ഇന്ന് പാലിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം, എങ്കിൽ കൂടുതൽ വിൽക്കാൻ കിട്ടും, ഉമ്മ പറഞ്ഞു. മോൾ, ഉമ്മ, അത് ശരിയല്ലല്ലോ. ഉമർ ഖലീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് പാലിൽ വെള്ളം ചേർക്കരുത് എന്നല്ലേ? ഉമ്മ, നമ്മൾ ചെയ്യുന്ന ഈ കാര്യം ഉമർ ഖലീഫ റളിയല്ലാഹു അൻഹു എങ്ങനെ അറിയാനാ? മോൾ പേടിക്കേണ്ട മോൾ. ഉമർ ഖലീഫ റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ലായിരിക്കാം, പക്ഷേ എല്ലാം കാണുന്ന അല്ലാഹു തആലയുണ്ട്. നാം അല്ലാഹു തആലയെ ഭയക്കണം. അല്ലാഹു തന്ന നീതിക്ക് എതിരായി ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല. ഈ മറുപടി കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ അത്ഭുതപ്പെട്ടു. ആ കൊച്ചു പെൺകുട്ടിയുടെ സത്യസന്ധതയും ദൈവഭക്തിയും എത്ര വലുതായിരുന്നു! തന്റെ ഭരണത്തിന്റെ വിജയത്തിനു പിന്നിൽ ഇത്തരം സത്യവിശ്വാസികളായ ജനങ്ങളാണെന്ന് മനസ്സിലാക്കിയത് അദ്ദേഹം ഇപ്പോഴാണ്. പിറ്റേ ദിവസം തന്നെ തന്റെ സഹായികളെ ആ വീട്ടിൽ അന്വേഷിക്കാൻ അയച്ചു. വീട്ടിലെത്തിയപ്പോൾ തന്റെ മകനായ ആസിമിനെ ആ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ പെൺകുട്ടിയെ വിവാഹം ചെയ്തു. പിന്നീട് സമൂഹത്തിന് കുറേ സന്തോഷങ്ങൾ കിട്ടി. തലമുറയ്ക്ക് ഉമർ റളിയല്ലാഹു അൻഹു തുടക്കം കുറിച്ചു. ഈ കഥ നമുക്ക് പഠിപ്പിക്കുന്നത് സത്യസന്ധതയും ദീർഘാക്ഷണവും ഒരു ഭരണാധികാരിക്ക് മാത്രം ഒതുങ്ങുന്നില്ല, സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടത് തന്നെയാണ്. അസ്സലാമു അലൈക്കും.